എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇല്ലെങ്കിൽ ഈ ഫൈസു എന്നെ പ്രോംപ്റ്റ് കൊടുത്ത് കൊല്ലും. നിങ്ങളിപ്പോൾ കണ്ട പോലത്തെ വീഡിയോസാണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിളിൻ്റെ VO3 എന്ന് പറയുന്ന AI ജനറേറ്റീവ് മോഡൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് കംപ്ലീറ്റ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഗൂഗിളിനകത്ത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മാസം കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 30 വീഡിയോസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. They left behind a ball today. It bounced higher than I can jump. Oh, what manner of magic is that? According to this old sea chart, the lost island isn't myth. We must prepare an expedition immediately. Where were you on the night of the bubble bath? The microfilm is in your ticket. They're watching the north exit. Use the service tunnel. Nature would prefer some personal space. I'm one with... അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ഇൻകോഗ്നിറ്റോ വിൻഡോ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു ഇൻകോഗ്നിറ്റോ വിൻഡോ കാണും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, Google 1 എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. മുകളിൽ Google AI എന്നൊരു ടാബ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്താണ്, ട്രൈ Google AI Pro for 1 month at no charge എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫസ്റ്റ് മന്ത് കിട്ടും. ഇവിടെ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് Google AI Pro ഉണ്ട്, അതുപോലെ തന്നെ Google AI Ultra ഉണ്ട്. അൾട്രനകത്ത് വീണ്ടും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വേർഷൻ ആണ്, Google AI Pro ആണ് എടുക്കുന്നത്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ട്രയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഇതുപോലെ സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ള ജെമിനിനകത്ത് ലോഗിൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യരുത്. പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യാത്തൊരു ID വെച്ചിട്ട് ഇവിടെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തും ഇതുപോലെ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മൊബൈൽ നമ്പറും വെരിഫിക്കേഷനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ക്യാൻസൽ കൊടുത്തേക്ക് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് Google AI Pro എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻ്റർഫേസ് കാണിക്കുന്നുണ്ട്. ആ ഒരു ബട്ടനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, ആഡ് കാർഡ്, അതുപോലെ തന്നെ പേ വിത്ത് UPI, റെഡീം കോഡ്, പേ ഓൺ യുവർ ഫോൺ. ഇതിൽ ഞാൻ പേ വിത്ത് UPI ആണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ജസ്റ്റ് 2 രൂപ മാത്രമാണ്, നമ്മുടെ അക്കൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 രൂപ മാത്രമാണ് പോകുന്നത്. വേറെ ഇതിനകത്ത് ക്യാഷോ പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. ഇവിടെ കേരള, അതുപോലെ തന്നെ ഇന്ത്യ, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അതുപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അപ്കമിങ് ചാർജസ് കാണാനായിട്ട് പറ്റും. എൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇവിടെ കാണിക്കുന്നത് 1 month ഫ്രീ ട്രയലാണ്. പിന്നെ നമുക്ക് ചാർജ് ഈടാക്കുന്നത് എന്ന് പറയുന്നത് 14th ജൂലൈ ആണ്, ഇത് ജൂൺ 14th ആണ്. അപ്പോൾ 1 month കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എമൗണ്ട് വരുന്നത്. നമുക്ക് ഒന്നുകിൽ ഓട്ടോപേ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്ലാൻ കണ്ടിന്യൂ ചെയ്തു പോവാം. അപ്പോൾ ഞാനിവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള QR കോഡ് കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മൊബൈൽ ഫോണിനകത്ത് കാണിച്ചു തരാം. ഗൂഗിൾ പേ എടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനകത്ത് QR കോഡ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ 1950 രൂപ എന്ന് കാണിക്കുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, സെറ്റ് ഓട്ടോപേ എന്ന് കൊടുക്കാം. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗൂഗിൾ പേനകത്ത് തന്നെ നമുക്ക് ഓട്ടോപേ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഓട്ടോപേ ക്യാൻസൽ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, പേയ്മെൻറ്റ് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫ്രീ അക്കൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് മന്ത് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷോ കാര്യങ്ങളൊന്നും പോയില്ല. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ ഒരു ഓട്ടോപേ ചെയ്തതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ തിരിച്ച് വെബ്സൈറ്റിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ QR കോഡ് പോയിട്ട് ഇപ്പോൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ ബാർ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. എന്നിട്ട് ഗെറ്റ് Google AI Proയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗോ ടു ജെമിനി പ്രോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ യു ഹാവ് ഗോട്ട് ജെമിനി പ്രോ ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്സസ് കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. താഴെയുള്ള ആ ഒരു ബ്ലൂ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ഇപ്പൊ നമുക്ക് ജെമിനി AI പ്രോയിലോട്ട് ആക്സസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാം. ഇവിടെ നമുക്ക് VO2ന്റെ ഓപ്ഷനാണ് മോഡൽ കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് VO3 എന്ന് പറയുന്ന ഗൂഗിൾ ജെമിനിന്റെ മോഡലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി VO3 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? VPN യൂസ് ചെയ്യണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ക്രോം എക്സ്റ്റൻഷൻ എന്ന് യൂസ് ചെയ്യണം. നമ്മൾ പുതിയ ലോഗിൻ ചെയ്ത ഐഡിയ ആയതുകൊണ്ടാണ് നമ്മൾ ക്രോം എക്സ്റ്റൻഷൻ ഇവിടെ എടുക്കുന്നത്. ഫസ്റ്റ് കാണുന്ന ആ ലിങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ. ഇപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്റ്റൻഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു സെർച്ച് ബാറിൽ പോയിട്ട് ഫ്രീ VPN എന്ന് സെർച്ച് ചെയ്യാണ്. ഇവിടെ ഗ്രീൻ കളർ ലോഗോ വരുന്ന ആ ഒരു ഫ്രീ VPN ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ആഡ് ടു ക്രോം എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നെക്സ്റ്റ് ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ബട്ടൺ കൂടെ കൊടുക്കുക. ആ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എക്സ്റ്റൻഷന് നമുക്ക് ഡൗൺലോഡായി വന്നിട്ട് നമ്മുടെ ക്രോമിലോട്ട് ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്രീയും അതുപോലെ തന്നെ പ്രീമിയം ഓപ്ഷനും കാണിക്കുന്നുണ്ട്. നമുക്ക് ഫ്രീയിലോട് ചൂസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡൺ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എക്സ്റ്റൻഷൻ അവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു VPN വരുന്നുണ്ട്, അതിനകത്ത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. അതിനകത്ത് നെക്സ്റ്റ് ഓപ്ഷനകത്ത് നെതർലാൻഡ് ആണ് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രി സെലക്ട് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് USA ആണ് സെലക്ട് ചെയ്യേണ്ടത്. USAനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് VPN ഓൺ ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ തന്നെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഗൂഗിൾ ജെമിനി എന്ന് സെർച്ച് ചെയ്യാം. അതിൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഗൂഗിളിൻ്റെ ജെമിനി പ്രോ വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വീഡിയോനെ ജസ്റ്റ് ഒന്ന് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ജനറേറ്റ് വിത്ത് VO3 എന്നാണ് കാണിക്കുന്നത്. നേരത്തെ ഇവിടെ VO2 ആയിരുന്നു. ഇപ്പം നമ്മൾ VPN യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വേർഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോംപ്റ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. VO3യിൽ നല്ല കിടിലം വീഡിയോസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള പ്രോംപ്റ്റ് തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ChatGPT എന്ന് പറയുന്ന മറ്റൊരു AI മോഡലിനെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് chatgpt.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. അതിനകത്ത് ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ഒരു ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണോ ഏത് രീതിയിലുള്ള വീഡിയോസ് ആണോ വേണ്ടത് ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലുള്ള വീഡിയോസാണ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അതിനകത്ത് പറയുന്ന ഡയലോഗിൻ്റെ പോർഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലായിരിക്കും VO3 ആ രീതിയിൽ ജനറേറ്റ് ചെയ്ത് തരാം. ഇപ്പം എനിക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ChatGPTന്ന് ജനറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ ജെമിനിൻ്റെ അകത്ത് വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇല്ലെങ്കിൽ ഈ ഫൈസു എന്നെ പ്രോംപ്റ്റ് കൊടുത്ത് കൊല്ലും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.